ഈ കേരളം നമ്പർ 1 എല്ലായിടത്തും എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആരോഗ്യ അത്തരത്തിൽ മേഖല ആരോഗ്യ നമ്പർ മേഖലയിൽ 1 അപ്പോൾ മോഡൽ. മോഡൽ അപ്പോൾ ആ ഒരു എന്താ പറയുക കുതിപ്പിലേക്ക് ഉള്ളതിന് ചില പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ് സർക്കാരും ആരോഗ്യ വകുപ്പും മന്ത്രിയും ഒക്കെ ചേർന്നതെന്ന് കേൾക്കുന്നു. വമ്പൻ എന്താണ്? വമ്പൻ പരീക്ഷണങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആണോ? അതായത് നമ്മുടെ ഈ കേരളത്തിലുള്ള ആശുപത്രി കെട്ടിടങ്ങൾ ഉം. ഈ ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണത്തിനെ വെല്ലുവിളിച്ച് എത്ര കാലം നിൽക്കും എന്നുള്ള ഒരു പരീക്ഷണത്തിലേക്കാണ് ഇവർ ഓഹോ. കടക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷണം ക്ഷമിക്കണം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്താനായിട്ടുള്ള ഒരു പരീക്ഷണമാണ്, വമ്പൻ പരീക്ഷണം. ഇതാണ് ഈ നമ്പർ 1 മോഡൽ. അതായത് ഇങ്ങനെ ഒരു പരീക്ഷണമാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പം ഈ ഇടത് കക്ഷം ഹൃദയകക്ഷം എന്ന് പറയുന്ന ക്ഷമിക്കണം, ഇടതുപക്ഷം ഹൃദയപക്ഷം ഭരിക്കുന്ന കേരളത്തിലേക്ക് സ്വാഗതം. കാരണം ഈ ശരിക്കും ഞാൻ ഇടത് കക്ഷം എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഈ ഇവരുടെ കക്ഷത്തിനിടയിലോട്ട് കേരളത്തിന്റെ തല ചെന്നിട്ട് ഇപ്പോൾ 9 വർഷമായി. അതിന് ശേഷം ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു കക്ഷത്തിനിടയിൽ തലപ്പെട്ട അവസ്ഥയിലാണ് അല്ലേ? അങ്ങനെ തന്നെ തോന്നുന്നില്ലേ? ആരോഗ്യ മേഖല പ്രത്യേകിച്ച്. അപ്പൊ ഇവര് ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 135 ആശുപത്രികളിലെ 225 കെട്ടിടങ്ങൾ ആണ് ICUയിൽ, അതായത് ഗുരുതരാവസ്ഥയിൽ, അതായത് ഡിമോളിഷ് ചെയ്യാൻ അവസ്ഥയിൽ ഇരിക്കുന്നത്. 135 ആശുപത്രികളിലെ 225 കെട്ടിടങ്ങൾ. അതില് ഏതൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള എറണാകുളത്താണ്, 41 കെട്ടിടങ്ങൾ. രണ്ടാം സ്ഥാനം എടുക്കുന്നത് ആലപ്പുഴയാണ്, 37 കെട്ടിടങ്ങൾ. മൂന്നാം സ്ഥാനം വയനാടിനാണ്, 14 കെട്ടിടങ്ങൾ. അപ്പോൾ വയനാടൊക്കെ അറിയാലോ, ഒരു ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ആലപ്പുഴയൊക്കെ അങ്ങനെയാണ്, പക്ഷെ വയനാട് അങ്ങനെ അത്തരം പ്രദേശം കൂടെയാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ പൊളിഞ്ഞു വീഴാൻ വലിയ താമസമൊന്നുമില്ല. പിന്നെ തിരുവനന്തപുരത്ത് ഉണ്ട്, നമ്മുടെ തലസ്ഥാനമില്ലാതെ എന്ത് ആഘോഷം, 5 കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ 7ഓളം കെട്ടിടങ്ങൾ ഇടുക്കിയിലൊക്കെ ഉണ്ട്. ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ 7ഓളം കെട്ടിടങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയനാട് പോലത്തെ സ്ഥലങ്ങളിൽ 14 കെട്ടിടം ഉണ്ടെന്ന് പറയുന്നത്, അതിനൊരു ആപത്ത് ഇവര് മുൻകൂട്ടി കാണുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇടുക്കി എല്ലാ ദിവസവും കാണാൻ സാധ്യതയില്ല. എന്താണ് ഇവർക്ക് കാണാൻ സാധ്യതയില്ല. എല്ലാ വർഷവും മണ്ണിടിച്ചിലും ഈ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ പ്രളയവും ഒക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് ഈ ഇടുക്കി, വയനാട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇത്രയും ഒരു കെടുകാര്യസ്ഥത നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ കെട്ടിടത്തിൽ ഇടിഞ്ഞു വീണ ഈ ഒരു കോട്ടയത്ത് ഇടിഞ്ഞു വീണ ഒരു ഉണ്ടായില്ല. അതിനുശേഷം ആണ് ഇങ്ങനെ ഒരു അന്വേഷണം. അതിനുശേഷം മാധ്യമങ്ങൾ കുറെ ബിൽഡിങ്ങിനെ പറ്റി കൊണ്ടുവന്നിരുന്നു. മാധ്യമങ്ങൾ ഇതുപോലെയുള്ള അതെ ഫീച്ചറുകളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, അതായത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ്, ഇവര് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഒരു പട്ടിക തയ്യാറാക്കി സർക്കാരിന് കൊടുത്തു. അപ്പൊ ഇതിൽ ഈ 135 ആശുപത്രികളിൽ മാധ്യമങ്ങൾ പറഞ്ഞ കെട്ടിടങ്ങളൊന്നുമില്ല. 135 അല്ല 225 കെട്ടിടങ്ങൾ പറഞ്ഞില്ലേ, അതിൽ ഈ മാധ്യമങ്ങൾ പറഞ്ഞ കെട്ടിടങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതല്ലാതെ ഇവര് തയ്യാറാക്കിയ ഒരു ഇതാണ് ഉള്ളത്. അപ്പോ ഈ ഇത് പ്രാഥമിക അങ്ങനെ കണക്കൂട്ടേണ്ടി വരും. മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കണക്ക് വെറുതെ പറയത്തില്ല. ഇത്രയും ഒരു ഭീകരാവസ്ഥ ഉണ്ടായതുകൊണ്ട്, ദുരന്തം ഉണ്ടായതുകൊണ്ട്, അപ്പൊ പ്ലസ് ഇവരുടെ കണക്കിലുള്ള കെട്ടിടങ്ങളും കൂടി ഉണ്ടെന്ന്. അതാണ് നമ്മളിപ്പോ പൊതുജനം മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് പ്രാഥമിക കണക്കൂട്ടൽ മാത്രമാണെന്നാണ് ഈ ഡയറക്ടറേറ്റിന്റെ ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. എന്തായാലും എറണാകുളത്ത് ഈ 41 കെട്ടിടങ്ങൾ പറഞ്ഞില്ലേ പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അതില് ഈ നൂറിനാട് കുഷ്ഠരോഗ ആശുപത്രിയിലടക്കം ഈ ആലപ്പുഴ ജില്ലയിൽ 37 കെട്ടിടങ്ങളാണ് ഈ ഗുരുതരാവസ്ഥയിലുള്ളത്. അതായത് ഈ കുഷ്ഠരോഗ ആശുപത്രി എന്ന് പറയുമ്പോൾ അവിടെ ഈ കുഷ്ഠരോഗ സ്പെഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഈ സ്കിൻ ഡിസീസസ് പലതരത്തിലുള്ള അങ്ങനത്തെ, അപ്പൊ അവിടെ അഡ്മിറ്റായി കിടക്കുന്ന രോഗികളുള്ള ഒരു ആശുപത്രിയാണ് എന്ന് ആലോചിക്കണം. ഈ മോഡൽ സംസ്ഥാനത്തിൽ ഇവരെന്ത് മോഡലാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ എന്താ, നമുക്ക് ഈ 135 എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെയാണ്, തമിഴ് സിനിമകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ 135 225 കെട്ടിടങ്ങൾ തകർന്നത്. ഇതൊക്കെ റിയാലിറ്റി ആയിട്ട് കേരളത്തിൽ നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവർ ഈ മോഡൽ സെറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എന്ത് മോഡലാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വിശദമായിട്ട് പരിശോധിക്കേണ്ടത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആശുപത്രികൾ നടത്തുന്നത്. ഇവിടെ ആശുപത്രികൾ നടത്തുന്നത് അവിടെ തന്നെ കുഴിച്ചു മൂടാനുള്ള ഒരു സൗകര്യം കൂടെ ഉള്ളതായിട്ട്, അതായത് ഈ ആശുപത്രികൾ തന്നെ സ്മാരകങ്ങളായിട്ട് മാറുന്ന ഒരു രീതിയിൽ ആണ് ഇവർ ഈ ഹോസ്പിറ്റൽസ് ഒക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇവരെന്നിട്ട് ഇതിന് അപകടം എന്ന് പറയും. ഇതിനൊരിക്കലും അപകടം എന്ന് പറയാൻ പറ്റില്ല. ഇത് ദ്രോഹമാണ്, ജനദ്രോഹം, പച്ചയായിട്ടുള്ള
ജനദ്രോഹമാണ് ഇവിടെ നടത്തുന്നത്. അത് മാത്രമല്ല, ഇവർ ഈ തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവരെ ചേച്ചിക്ക് അറിയാമോ, അവിടെ ഈ 110 ആശുപത്രികളിലായിട്ട് 1810 ലേബർ ലോ വയലേഷൻ കേസുകളുണ്ട്. അതായത് 110 ആശുപത്രികളിൽ നിന്നുള്ള കണക്കാണ്. 1810 ലേബർ ലോ വയലേഷൻ. അതായത് അവിടുത്തെ തൊഴിലാളികൾ നേരിടുന്ന പരാക്രമങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ അത് കൊടുത്തിരുന്ന പരാതികളുടെയാണ്. അപ്പൊ ആ ലോ വയലേഷൻ കേസുകൾ 1810 ഉണ്ട്. അതില് ഈ പറഞ്ഞിട്ടുള്ള ഈ പരാതിക്കാര് എന്തായാലും CPM ആയിരിക്കില്ലല്ലോ, ഉണ്ടായിരിക്കാം, ചിലപ്പോ അവർ കൊടുത്തിട്ടുള്ളത് ഉണ്ടായിരിക്കാം, ഉള്ളായിരിക്കും. പക്ഷെ എന്തായാലും ഇതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ ഈ തൊഴിലാളി വർഗത്തിന്റെ, ഇത് ആരോഗ്യ മേഖലയുടെ മാത്രമാണ് പറയുന്നത് ഈ ലേബർ ലോ വയലേഷൻ. അപ്പൊ 110 ആശുപത്രികളിൽ. അപ്പം ഇവര് ഈ തൊഴിലാളി വർഗ മറ്റേ സർക്കാരാണ്, അവരുടെ പക്ഷമാണ്, ഇടതുപക്ഷം ഹൃദയപക്ഷം. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഇടത് കക്ഷം എന്ന് പറഞ്ഞു. കാരണം ഈ കക്ഷത്തിന്റെ ഇതിനിടയിലാണ് ഇവരുടെ മൊത്തത്തിലുള്ള. അപ്പൊ അതില് കഴിഞ്ഞ ദിവസം ഒരു ഹാരിസ് ചെറക്കിൽ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നതും അദ്ദേഹം നേരിട്ട പരാക്രമങ്ങളൊക്കെ അറിയാലോ, അദ്ദേഹം നേരിടേണ്ടി വന്ന ആക്രമണങ്ങളും ഒക്കെ. അതൊരു സത്യം തുറന്നു പറഞ്ഞാണ്. അതെ, അതിന് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണോ വേണ്ടേ? അതിൽ തന്നെ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ച വിഷയത്തില് അവിടുത്തെ ഹെഡിനെയാണ് ഇപ്പോ പഴി പറയുന്നത്. അദ്ദേഹം അത് ഏറ്റെടുത്തതാണ്. സത്യത്തിൽ അത് വീണ ജോർജിന്റെ തലയിൽ പോകേണ്ട കേസാണ്. അത് ആ ഡോക്ടർ ഏറ്റെടുത്തതാണ്, സൂപ്രണ്ടന്റ്. അത് അവര് ഏറ്റെടുത്തതാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു. ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വിഷയം ഉണ്ടാവുന്നു, അദ്ദേഹത്തിന് മിണ്ടാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മന്ത്രി വാസവൻ അവിടെ വന്നിരുന്നു. ഈ കോട്ടയത്തെ കാര്യമല്ലേ പറയുന്നത്? മന്ത്രി വാസവൻ അവിടെ വന്നിരുന്നു. വാസവനും വന്നിട്ട് അവിടെ ചായ വിളിച്ച് ഈ 2 മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകിയായിരുന്നല്ലോ. 2 മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകിയ സമയത്ത് ഇദ്ദേഹം അവിടെ നിന്ന് മറ്റേ ഇവരുടെ അടുത്ത്, സ്റ്റാഫിന്റെ അടുത്തൊക്കെ സൊറ പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോയി. അപ്പൊ ആ 2 മണിക്കൂർ അതിൻ്റെ ഇടയിൽ അവർ പെട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ജീവൻ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഭീഷണി ആയിരിക്കാം ഒരു പക്ഷേ ഈ സൂപ്രണ്ടന്റ്. പല മീഡിയകളിലും പല കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മുഴുവൻ നല്ല അഭിപ്രായം. അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയുന്നവരെ അദ്ദേഹത്തിന് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അവിടുത്തെ ഒരു ഡോക്ടറാണ് അല്ലേ? സൂപ്രണ്ടന്റ് എന്നാണ് പറയുമ്പോൾ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പരിധിയുണ്ട്. അദ്ദേഹം ഒരു ബ്യൂറോക്രസിയുടെ തലത്തിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മുടെ രാജൻ കൊബർഗഡ എന്ന് പറയുന്ന IAS ഉണ്ട്, ഉദ്യോഗസ്ഥനുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി, അങ്ങനെ എന്തോ ആണ്, ബ്യൂറോക്രസിയുടെ ഹെഡ്. അദ്ദേഹത്തിന് അല്ല ഇവരെ പറയുന്നത് ഇവരെല്ലാം തടി തപ്പുകയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ജനം തെരുവിലിറങ്ങുന്നത്. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയമായിട്ടല്ലല്ലോ, അതൊരു ആ വിഷയത്തിനെങ്കിലും ഒരു പ്രതിഷേധമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താണ്? അതെ, ഇവിടെ കെട്ടിടം പറഞ്ഞു വിടാം. അതിനെന്തായാലും ആ കെട്ടിടം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ, ഇവർക്ക് മറ്റേത് ഡോക്ടർ ഹാരിസ് ചെറക്കൽ ഇങ്ങനെ ഇവരുടെ ആരോഗ്യ മേഖലയെ എഴുത്തി കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയാം. ഇതിൽ ഈ കെട്ടിടം വീണതിന് ഇവർക്ക് ഇനി വല്ല CIA-നോ അല്ലെങ്കിൽ മൊസാദിനെയൊക്കെ പറയേണ്ടി വരും. അത് അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കെട്ടിടം സ്വയം തകർന്നു വീണതാണെന്ന് പറയുന്നത്. 9 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതെ, 9 വർഷം തുടർച്ചയായ ഭരണമാണ്. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന കാലഘട്ടമാണ് കിട്ടിയത്. അതെ, ഈ ഒരു സീലിംഗ് തകർന്നു വീണ് അതിനടിയിൽ ഒരു പേഷ്യന്റ് അതിനകത്ത് കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ ഈ മന്ത്രിമാർക്ക് പിന്നീട് ഇവർ ജീവിച്ചിരുന്നിട്ട്, അതായത് ഞാൻ പറയുന്നത് ഇവർ മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടില്ല, ഇവർ ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, അവർക്ക് ഉപയോഗമുണ്ട്. ജനങ്ങൾക്ക് പ്രസക്തിയുള്ള ആരാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയിലൊക്കെ ഉള്ളത്? അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവർ എന്തിനാണ് കേമന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ കടുകാര്യസ്ഥതയിലും പിന്നെ ഈ പറയുന്ന ഈ ബ്ലെയിം ഷിഫ്റ്റിംഗ്, അതായത് മറ്റവർ ചെയ്തില്ലേ, വാട്ടബോട്ടറി എന്ന് പറയും, അവന്മാര് ചെയ്തില്ലേ, ഇവന്മാര് ചെയ്തില്ലേ, ഇങ്ങനെ പറയുന്നതിലും പിന്നെ ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക്, അതായത് പുതിയ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഈ മറ്റേ SFI കേരള യൂണിവേഴ്സിറ്റിയിലെ വിവാദം, അതല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആളുകളെ വഴിതിരിച്ചിടും. അതായത് ഒരു വിഷയം ഇവിടെ ഉണ്ടാവുമ്പോൾ മറ്റൊരു വിഷയം അവിടെ ഉണ്ടാക്കും, കാരണം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഈ ആരോഗ്യ മേഖലയിലെ ഇപ്പൊ ഈ തകർന്നു വീണ കെട്ടിടം സൂചിപ്പിക്കുന്നത്, അതൊരു മെറ്റഫോർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ആരോഗ്യ മേഖല. അത് ആരോഗ്യ മേഖലയാണ് അവിടെ തകർന്നു വീണത്. അതിന്റെ വിള്ളലുകളും ഇതും എല്ലാം
നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ആരോഗ്യ മേഖലയാണ് നമ്മൾ അവിടെ കാണുന്നത് തകർന്നു കിടക്കുന്നത്. പക്ഷെ അതും ഒരു പക്ഷെ ഇവർ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്നായിരിക്കും. കാരണം ഇവര് പൊതുവായി പറയുന്ന എല്ലാ ഒറ്റപ്പെട്ട കുറെ സംഭവങ്ങളായി. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കുറെ ആയി. അതായി, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവര് പറയുന്നത് അപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാ വകുപ്പുകളും എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മതി. എവിടെ എന്ത് വിഷയം ഉണ്ടായാലും അത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതിനു മുമ്പ് ചിലപ്പോൾ ഒരു 6 മാസം മുമ്പ്, ഒരു വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. അത് ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ നടപടികൾ പിന്നീട് എടുക്കുന്നില്ല. ഒരു വിഷയം ഇപ്പൊ വിഷയം വന്ന് ഇവർക്കെതിരെ ഒരു രോക്ഷ ഉണ്ടാകുമ്പോൾ ഇവരുടെ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡിനയലാണ്. അതായത് ഇതിന് പരസ്യമായി തള്ളി പറയും, ഇങ്ങനെ ഒരു സംഭവം അത് നമുക്കെതിരെ ഉള്ളതാണ്, അത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ഡിനൈ ചെയ്യും. രണ്ടാമത്തേതാണ് ഡിസ്ട്രാക്ഷൻ. അതായത് വഴിതിരിച്ചു വിടുക, എന്തെങ്കിലും മറ്റൊരു ഇതിലോട്ട് അതിനാണ് ഈ ഭാരതാംബ വിവാദമൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നത് അതൊക്കെ വെച്ചിരിക്കുന്ന ഡിസ്ട്രാക്ഷൻ ആണ്. മൂന്നാമത്തത് ബ്ലെയിം മറ്റൊരുത്തനെ കൊണ്ടുവയ്ക്കുക. അതായത് ഇവരിൽ അല്ലാതെ ആർക്കും വേണം ബ്ലെയിം വയ്ക്കുക. ഇനിയിപ്പോ മരിച്ചുപോയ ബിന്ദുവിന്റെ തലയാണെങ്കിൽ ഇവിടെ വയ്ക്കാവുള്ളൂ ബാക്കി. അപ്പോൾ ഇവർ ഈ മറ്റേ ആരോഗ്യ മേഖലയിൽ ഇങ്ങനത്തെ ഈ റിബൺ കട്ട് ചെയ്യാനും ഇങ്ങനത്തെ ഉള്ള കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഈ ബിൽഡിങ്ങുകൾ കാണുന്ന ഈ ഫോട്ടോ ഓപ്പ് എന്ന് പറയും, ഫോട്ടോ ഓപ്പർച്യൂണിറ്റികൾ. അതായത് ഇതിങ്ങനെ നമ്മൾ ആരോഗ്യ മേഖലയിൽ പുതിയൊരു കെട്ടിടം പണിഞ്ഞേ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കാണിക്കുക. അങ്ങനെ ഒരു കെട്ടിടം മാറ്റി വെച്ചിരുന്നു കോട്ടയത്തിൽ. അതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. ആ ബിൽഡിങ്ങിലേക്ക് അവസാനം ഒറ്റ രാത്രി കൊണ്ട് പേഷ്യൻസിനേക്ക് ഇവർക്ക് മാറ്റേണ്ടി വന്നു, ഒരു ഉദ്ഘാടനവും ചെയ്യാതെ. ഹരിപ്പാടുള്ള ഈ ആശുപത്രിയിൽ സർജിക്കൽ വാർഡ് എന്ന് പറയുന്നത് അത് ഏകദേശം 100 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ഈ തൈക്കാട്ടുശ്ശേരിയിലുള്ള അതിൽ ഈ കായംകുളത്തോ ഉള്ള ഇതിൽ ഒരു എമർജൻസി ബ്ലോക്ക് വെറുതെ തുറന്നിട്ടൊക്കെയാണ്. അത് പണിഞ്ഞിട്ട് വെറുതെ തുറന്നിട്ടേക്ക്. അവിടെ എന്തിനാണ് ഇത് പണിഞ്ഞിട്ടതെന്ന് പോലും അവർക്ക് പോലും അറിയാം. അതെ, അങ്ങനെ പറയേണ്ടി വരും. പിന്നെ ഇവിടെയൊക്കെ സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഈ നമ്മൾ പറയും മുല്ലപ്പെരിയാർ പൊട്ടു വന്നിരിക്കുമ്പോൾ ഈ അവിടെ എല്ലാവർക്കും മറ്റേ ഇത് കൊണ്ട് കൊടുക്കണമെന്ന് പറയില്ലേ, എന്താ ലൈഫ് ജാക്കറ്റ്. അതുപോലെ ഇപ്പൊ ഹെൽമെറ്റും വെച്ച് ഇന്നലെ ഹെൽമെറ്റും വെച്ച് ബസ് ഓടിച്ച ഒരു ഡ്രൈവറുടെ കാര്യം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഹെൽമെറ്റും വെച്ച് ബസ് ഓടിച്ചിരുന്നു ഇന്നലെ പണിമുടക്കി പേടിച്ചിട്ട്. അതുപോലെ അവിടെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഇനി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഈ പറയുന്ന ആശുപത്രിയിൽ. അങ്ങനത്തെ, കാരണം ഇത്രയും കെട്ടിടങ്ങൾ 225 കെട്ടിടങ്ങളാണ്. ഹെഡ് ഇഞ്ചറി അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കിടപ്പിലാവുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വേറൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടെ. അതായത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് CAG റിപ്പോർട്ട് വന്നതിനകത്ത് 14 ജില്ലകളിൽ ഒരൊറ്റ ജില്ലയിൽ മാത്രമേ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ട്രോമ വാർഡുള്ളൂ. ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 14 ജില്ലയിൽ ഒറ്റ വാർഡ്. അത് CAG റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം വീണ ജോർജിന്റെ തന്നെ അവരുടെ തന്നെ മണ്ഡലത്തിലുള്ള ഒരു ആശുപത്രിയിൽ ലിഫ്റ്റ് പൊട്ടി. കഴിഞ്ഞ ദിവസം കുറച്ച് നാളായി ലിഫ്റ്റ് പൊട്ടിയിട്ട് അവിടെ വയോധികരും മറ്റവർക്ക് സ്റ്റെപ്പൊക്കെ കയറി പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. പവർ ഈ 100% 100% ലിറ്ററസി എന്ന് പറയും. 100% എന്താ പറയുന്ന സാക്ഷരത. അതെ, സാക്ഷരതയുള്ള കേരളത്തിൽ 100% പവർ ഇല്ല ആശുപത്രിയിൽ, കറണ്ട് ഇല്ല. അതുപോലെ തന്നെ ലിഫ്റ്റിൽ കുടുങ്ങി ഒരു ആള് മരിക്കുകയോ അയാൾക്ക് എന്തോ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വൈകി. അതെ, ആ വിഷയം ഉണ്ടായിട്ടുണ്ട്. അതെ. എന്തായാലും തിരുവനന്തപുരം മാറനല്ലൂർ അവിടെയുള്ള ഫാമിലി ഹെൽത്ത് സെന്റർ, ഈ പിന്നെയുള്ള മാനമ്പ്രൂർ കന്യാകുളങ്ങര എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ അവിടെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ, പിന്നെ തൈക്കാടുള്ള അവിടുത്തെ ചൈൽഡ് ആൻഡ് വുമൺ ഹോസ്പിറ്റലിലുള്ള അവിടെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്ക് ബിൽഡിങ് ഇതെല്ലാം തകർച്ചയുടെ വക്കിലിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒരു എന്താ പറയാ, ഒരു അടുത്ത ഒരു ദുരന്തത്തിന് വേണ്ടി. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാതെ പ്രകൃതി ദുരന്തമൊന്നും പറയാൻ പറ്റില്ല. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കുന്ന ദുരന്തം. ഇവരെന്തായാലും ഇപ്പൊ ഇറങ്ങിപ്പോകും. അടുത്ത കോൺഗ്രസ് വരും. അപ്പൊ ഇത് കോൺഗ്രസിന് തലയിൽ കൊണ്ടിടാനാണ് ഈ 225 കെട്ടിടങ്ങൾ അവരുടെ തലയിൽ കൊണ്ടിടാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇവർ ഇപ്പൊ അങ്ങോട്ട് പ്രതിപക്ഷത്തോട്ട് വരട്ടെ. ഇവർ ഈ കാണിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന്, ഇവരുടെ ശരിക്കുള്ള സ്വരൂപം നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്. അതെ, പ്രതിപക്ഷത്തിരിക്കുമ്പോഴേ അത് കാണാൻ കഴിയും.